ഹായ് മക്കളെ, അപ്പം നമ്മുടെ +2 കെമിസ്ട്രി എക്സാം അവസാനിച്ചിരിക്കുകയാണ്. എക്സാമിനേഷൻ വളരെ സിമ്പിൾ ആയിരുന്നു. നമ്മൾ പഠിപ്പിച്ച അതേപോലെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് കംപ്ലീറ്റ് ചോദിച്ചത്. ഒരു ആവറേജ് കുട്ടീനെ കൊണ്ടും നല്ല മാർക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ പേപ്പറാണ് ശ്യാം സാറേ. അപ്പോൾ എളുപ്പമായിരുന്നു. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ അധിക ക്വസ്റ്റ്യൻസും ഡയറക്റ്റ് ആയിട്ട് തന്നെ ചോദിച്ചത്. വലിയ ടഫുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും എക്സാമിന് ചോദിച്ചിട്ടില്ല. ഹാഫ് ഇയർലി പോലെ തന്നെയാണ് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരുന്നത്. അപ്പോൾ നോക്കാടാ മക്കളെ, നമുക്ക് ഡിസ്കസ് ചെയ്യാം. നോക്കടാ, നിങ്ങൾ ഫസ്റ്റ് കാണുന്ന ആള് ആരാണ്? ഹലീലിക് ഹാലൈഡ് എന്ന ആരാടാ അലീലിക് ഹാലൈഡ്? നോക്ക്, ഇവിടെ ഹാലോജൻ, ശ്രദ്ധിച്ചോ, ഹാലോജൻ കണക്ട് ചെയ്ത കാർബൺ sp3, തൊട്ടപ്പുറത്ത് sp2 ടൈപ്പാണ് അലീലിക്. സാറേ അടുത്തത് സോ ഓപ്ഷൻ ബി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഹെക്സാഡെന്റൈൽ ലിഗാൻഡ് നമ്മൾ എടുത്തു പറഞ്ഞതായിരുന്നു. EDT ആണ് വരുന്നത് അല്ലേ? EDT ഹെക്സാഡെന്റൈൽ ലിഗാൻഡ് ആണ്. അതിന്റെ ചാർജ് -4 ഉള്ള കാര്യം ഓർമ്മ ഉണ്ടാവും. സോ EDT നമുക്ക് ഇവിടെ എഴുതാൻ പറ്റുന്നതാണ്. യെസ്, സെക്കൻഡറി സെല്ല് ഏതാണെന്നുള്ളതാ. എടാ, ഡ്രൈ സെല്ല് സെക്കൻഡറി സെല്ലല്ല, ബട്ടൺ സെല്ലും സെക്കൻഡറി സെല്ലല്ല, മെർക്കുറി സെല്ലും സെക്കൻഡറി അല്ല. ഇന്നലെ പഠിപ്പിച്ചതാ നിക്കൽ കാഡ്മിയം സെല്ലാണ് മക്കളെ സെക്കൻഡറി സെല്ലായിട്ട് വരിക. ഓക്കെ, നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നോക്കട്ടെ, റേറ്റ് കോൺസ്റ്റന്റ് തന്നിട്ടുണ്ട് 5 സെക്കൻഡ് ഇൻവേഴ്സ് പറഞ്ഞിട്ടുണ്ട്. നമ്മളോട് എന്ത് വെച്ചാൽ ഓർഡർ ഓഫ് ദ റിയാക്ഷൻ വെച്ചാൽ ഒറ്റയടിക്ക് പറയാൻ പറ്റൂല. എന്ത് നോക്കിയാൽ മതി? യൂണിറ്റ് നോക്കിയാൽ മതി. സെക്കൻഡ് ഇൻവേഴ്സ് അല്ലേ? അങ്ങനെയാണെങ്കിൽ അയാൾ എന്തായിരിക്കും? ഫസ്റ്റ് ഓർഡർ ആയിരിക്കും. ഓക്കെ, യെസ്, റെഡി. നോക്കടാ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ സാറേ. സുക്രോസ് ഈസ് എ നോൺ റെഡ്യൂസിംഗ് ഷുഗർ. അത് ശരിയാണ്. ദ റെഡ്യൂസിംഗ് ഗ്രൂപ്പ് ഓഫ് ഗ്ലൂക്കോസ് ആൻഡ് ഫ്രക്ടോസ് ആർ ഇൻവോൾവ് ഇൻ ഗ്ലൈക്കോസിഡിക് ബോണ്ട് ഫോർമേഷൻ ഇൻ സുക്രോസ്. അത് നമ്മൾ എടുത്ത് പറഞ്ഞിട്ടുള്ളതാണ്. രണ്ട് സ്റ്റേറ്റ്മെന്റും എന്താണ്? കറക്റ്റ് ആണ്, കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ്. അപ്പം എ ആണ് വരിക. ഓക്കെ, വാട്ട് ആർ 2 types of azeotrophs? മിനിമം ബോയിലിംഗും മാക്സിമം ബോയിലിംഗും നമ്മൾ എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് അത്. അപ്പൊ മിനിമം ബോയിലിംഗ് ആൻഡ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് അല്ലേ? വിച്ച് ടൈപ്പ് ഓഫ് azeotrope is formed by the solution that show large negative deviation from Claude's law? Give an example. ലാർജ് നെഗറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? നേരെ ഓപ്പോസിറ്റ് പഠിക്കാനുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോസിറ്റീവ് ഡീവിയേഷൻ ഫ്രം റൗൾസ് ലോ ആയിരിക്കും. നമുക്ക് നൈട്രിക് ആസിഡ് വാട്ടറിന്റെ എക്സാമ്പിൾ ഒക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വേറെ മാറ്റമൊന്നുമില്ല. എടാ, ഒരു പ്രോബ്ലം ആണ് ഇലക്ട്രോ കെമിസ്ട്രിയിലെ. ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് NaCl, HCl, CH3COO, Na എന്നിവരുടെ വാല്യൂസ് തന്നിട്ടുണ്ട്. എന്നിട്ട് നിങ്ങളോട് CH3COOH λm0 കാണാൻ പറഞ്ഞു. മക്കളെ, സാർ ഇന്നലെ ഡയറക്റ്റ് പഠിപ്പിച്ച ക്വസ്റ്റ്യനാ. ഇതേ ക്വസ്റ്റ്യൻ നമ്മൾ ഇന്നലെ ചെയ്ത ക്വസ്റ്റ്യനാ. എന്താടാ ചെയ്യേണ്ടത്? λm0 ഓഫ് അസറ്റിക് ആസിഡ് കാണണമെങ്കിൽ ആരൊക്കെ തമ്മിൽ നിങ്ങൾ കൂട്ടണം മക്കളെ? നിങ്ങൾക്കറിയാം, λm0 ഫോർ CH3COONA അതേപോലെ തന്നെ H വരാൻ വേണ്ടി λm0 ഓഫ് HCl. ഇനി ഇതിൽ നിന്ന് NAയും CLും നമുക്ക് വേണ്ട, അത് ഒഴിവാക്കണം. λm0 ഓഫ് NaCl കുറച്ചാൽ മതി. ഇതേ ക്വസ്റ്റ്യൻ നമ്മൾ ഇന്നലെ ഡയറക്റ്റ് പറഞ്ഞതാണ്. ഇലക്ട്രോ കെമിസ്ട്രിയിലെ കോൾഡ്-റാഷസ് ലോയുടെ സൈഡിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ. അത് അങ്ങനെ തന്നെ ചോദിച്ചു. ഓക്കെ അല്ലടാ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സാറേ. Consider the reaction A plus B gives products. The reaction is first order with respect to A and second order with respect to B. ഇതിന് നേരെ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സാധനം നമ്മൾ ഇന്നത്തെ ഒരു ക്വസ്റ്റ്യനിൽ ഇത് ചെയ്തിട്ടുള്ളായിരുന്നു. ദ റിയാക്ഷൻ ഈസ് ഫസ്റ്റ് ഓർഡർ വിത്ത് റെസ്പെക്ട് ടു എ ആൻഡ് സെക്കൻഡ് ഓർഡർ വിത്ത് റെസ്പെക്ട് ടു എന്ന് വന്നിട്ടുള്ള. അപ്പൊ റേറ്റ് ഇക്വേഷൻ വരുന്നുണ്ടെങ്കിൽ എങ്ങനെ എഴുതാം? R = K ഇൻറ്റു ഫസ്റ്റ് ഓർഡർ ആണെങ്കിൽ കോൺസെൻട്രേഷൻ ഓഫ് A⁻1 B⁻2 അത്ര എഴുതിയിട്ടുണ്ടെങ്കിൽ അവിടെ മാർക്ക് ആയിട്ടുണ്ട്. പിന്നെ ഹൗ ഈസ് റേറ്റ് എഫക്റ്റഡ് വെൻ ദ കോൺസെൻട്രേഷൻ ഓഫ് ബോത്ത് A and B ആർ ഡബിൾഡ്. അപ്പൊ നമുക്ക് റേറ്റ് എങ്ങനെ കിട്ടിയിട്ടുണ്ട്? റേറ്റ് വിൽ ബി ഈക്വൽ ടു K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് A⁻1 B⁻2 ആണ്. ഇനി ഇവിടെ എന്തായിട്ടുണ്ട്? രണ്ടാളുടെയും കോൺസെൻട്രേഷൻ ഡബിൾ ആക്കി എന്നാ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്താവും? 2A ആവും, 2B ഹോൾ സ്ക്വയർ ആവും. ഇതിനെ പുറത്തേക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു 2 ഇവിടെ വന്നിട്ടുണ്ട്, ഇവിടെ 2² 4ഉം വന്നിട്ടുണ്ട്. K ഈ രീതിയിൽ നമുക്ക് കിട്ടുന്നതാണ്. അപ്പൊ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ എത്ര വരും? 8 ടൈംസ് ആവും. ഓക്കെ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് സാറേ അല്ലെ? സിമ്പിൾ ആണ്. നമ്മുടെ കെമിക്കൽ കൈനറ്റിക്സിലെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇനി മക്കളെ 9ാമത്തെ ക്വസ്റ്റ്യൻ, അതും കൈനറ്റിക്സിലാ മക്കളെ. സ്ഥിരം ചോദിച്ച് കണ്ടിട്ടുള്ള നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇതേ ഗ്രാഫ് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. സോ ഇതെന്തിനാണ്? 0 ഓർഡറിന്റെ അല്ലേ? ഗിവ് ആൻ എക്സാമ്പിൾ ഫോർ റിയാക്ഷൻ വിച്ച് ഫോളോ ദി എബോവ് ഗ്രാഫ്. നമുക്ക് എന്താ പറയാ, അമോണിയന്റെ ഡീകമ്പോസിഷൻ ഒക്കെ പറയാൻ പറ്റും. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ആംബിഡന്റ് ന്യൂക്ലിയോഫൈൽ എക്സ്പ്ലെയിൻ വിത്ത് എക്സാമ്പിൾ അല്ലെ? ഡയറക്റ്റ് രണ്ട് രീതിയിൽ ബോണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന NO2- ONO-, CN-, NC- ഒക്കെ എക്സാമ്പിൾ ആണ്. വളരെ ഡയറക്റ്റ് ആണ്. കോർഡിനേഷൻ കോമ്പൗണ്ടിൽ നിന്ന് ചോദിച്ച വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അല്ലെ സാറേ? ഇനി അടുത്തത്, നമ്മുടെ ഡൈഫീനൈൽസ് ആർ പ്രിപ്പയർഡ് ഫ്രം അറൈൽ ഹാലൈഡ്സ്. അറൈൽ ഹാലൈഡ് എന്ന് പറഞ്ഞാൽ ഹാലോ അരീന, അതിൽ നിന്ന് ഡൈഫീനൈൽ ഉണ്ടാക്കാൻ പറ്റുന്ന റിയാക്ഷന്റെ പേര് ഡയറക്റ്റ് നിങ്ങൾ പഠിച്ചിട്ടുള്ള റിയാക്ഷൻ ആണ്. യെസ്, ഫിറ്റിക് റിയാക്ഷൻ ആണ് അതിന്റെ ആൻസർ. എങ്ങനെയാടാ ഫിറ്റിക് റിയാക്ഷൻ എഴുതുക? അതും ഭയങ്കര സിമ്പിൾ ആടാ. ഫിറ്റിക് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ 2 അറൈൽ
ഹാലൈഡ് എടുക്കുകയാണെങ്കിൽ നോക്കടാ, നിങ്ങൾ 2 അറൈൽ ഹാലൈഡ്, ഇപ്പൊ ബെൻസീൻ റിങ്ങിന്റെ മേലെ എക്സ്, അതിലോട്ട് നിങ്ങൾ 2 സോഡിയം ആഡ് ചെയ്യുക, അതേപോലെ തന്നെ വീണ്ടും ഒരു അറൈൽ ഹാലൈഡ് എടുത്തു. അപ്പൊ ഈ 2 എന്നെയും ഇവിടുത്തെ 2 എക്സും കൂടി റിമൂവ് ആവും. ആരെ പ്രസൻസിലാ റിയാക്ഷൻ നടക്കുക? ഡ്രൈ ഈതറിന്റെ പ്രസൻസിലാ. അപ്പൊ 2 ബെൻസീൻ റിങ്ങുകൾ ഇങ്ങനെ പരസ്പരം ബോണ്ട് ഉണ്ടാക്കും, ദാറ്റ് ഈസ് ഡൈഫീനൈൽ കിട്ടും. ഇതേത് റിയാക്ഷൻ ആടാ? പഠിച്ച റിയാക്ഷനാ, ഫിറ്റിക് റിയാക്ഷൻ ആണ്. ഓക്കെ, ഇനി താഴെ തന്നിരിക്കുന്ന കാര്യങ്ങളുടെ റീസൺ എഴുതാനാ അക്കൗണ്ട് ഫോർ ദ ഫോളോയിങ് എന്നാ പറഞ്ഞിട്ടുള്ളത്. ഡയറക്റ്റാ. ഇറ്റ് ഈസ് നെസസറി ടു അവോയ്ഡ് ട്രേസസ് ഓഫ് മോയ്സ്ചർ ഫ്രം ഗ്രിഗ്നാർഡ് റിയേജന്റ്. കാരണം ഗ്രിഗ്നാർഡ് റിയേജന്റുമായിട്ട് വാട്ടർ റിയാക്ട് ചെയ്യും, എന്നിട്ട് അവിടെ ഒരു ആൽക്കെയിനും അതേപോലെ MgOH ഉണ്ടാവും. അതുകൊണ്ടാണ് വെള്ളം ഒഴിവാക്കണം എന്ന് പറയുന്നത്. ഇനി ക്ലോറോഫോം എന്തുകൊണ്ടാണ്? ഇത് ഭയങ്കര സിമ്പിൾ, എപ്പോഴും പറയുന്ന ക്വസ്റ്റ്യനാ. ഡാർക്ക് കളേർഡ് ബോട്ടിൽ ക്ലോസ് ചെയ്ത് ക്ലോറോഫോം വെക്കണം എന്ന് പറയാനുള്ള കാരണം, ക്ലോറോഫോം എയറുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ലൈറ്റിന്റെ പ്രസൻസിൽ അവിടെ ഫോസ്ജീൻ എന്ന് പറയുന്ന ഒരു കെമിക്കൽ അല്ലെങ്കിൽ ഒരു പോയിസണസ് ഗ്യാസ് ഉണ്ടാവും. അത് ഒഴിവാക്കാനാണ് ക്ലോറോഫോം അങ്ങനെ സൂക്ഷിക്കുന്നത്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇനി ഗീവ് ദ കെമിക്കൽ റിയാക്ഷൻ ഫോർ പ്രിപ്പറേഷൻ ഓഫ് ഫിനോൾ ഫ്രം ക്യുമീൻ. അതും സാറ് ഡയറക്റ്റ് പറഞ്ഞതാ. ഏത് പ്രോസസ് ആടാ? ക്യുമീൻ പ്രോസസ്സ് വെച്ചിട്ടാ. സാറ് പഠിപ്പിച്ച ക്വസ്റ്റ്യൻ ആണ് ക്യുമീൻ പ്രോസസ്. ഇന്നലത്തെ ലൈവിലും എല്ലായിടത്തും പറഞ്ഞ ക്വസ്റ്റ്യനാ ക്യുമീൻ പ്രോസസ്സ്. ഇനി അവിടെ കിട്ടുന്ന ബൈ പ്രൊഡക്റ്റിന്റെ IOPSC നെയിം പറഞ്ഞാൽ അത് പ്രൊപ്പൻ 2 ഓൺ ആണ്, അല്ലെങ്കിൽ പ്രൊപ്പനോൺ എന്ന് പറയാം. പ്രൊപ്പൻ 2 ഓൺ ആണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇനി എക്സ്പ്ലെയിൻ കാനിസാരോ റിയാക്ഷൻ. എടാ എന്താ കാനിസാരോ റിയാക്ഷൻ? നമുക്കറിയാം, നമ്മൾ ആൽഫ ഹൈഡ്രജൻ അല്ലെങ്കിൽ ആൽഫ കാർബൺ ഇല്ലാത്ത ആൽഡിഹൈഡ് എടുക്കുക, അതിലോട്ട് നിങ്ങൾ എന്ത് ആഡ് ചെയ്യുക? കോൺസെൻട്രേറ്റഡ് ആൽക്കലി NaOH ആഡ് ചെയ്യുക. ആ സമയത്ത് നിങ്ങൾക്ക് ഒരു ആൽക്കഹോളും ഒരു കാർബോക്സിലിക് ആസിഡ് അല്ലെങ്കിൽ സാൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡും കിട്ടും. ആ റിയാക്ഷനെ നിങ്ങൾ വിളിക്കുന്ന പേരാണ് എന്ത്? കാനിസാരോ റിയാക്ഷൻ. ഡയറക്റ്റ് ക്വസ്റ്റ്യനാ. ഇനി ഐഡന്റിഫൈ A and B ഇൻ ദ ഫോളോയിങ് റിയാക്ഷൻ. എടാ ഇത് ഏത് റിയാക്ഷനാ? ഹോഫ്മാന്റെ ബ്രോമമൈഡാ. അപ്പോ ഇവിടെ CH3 ഉണ്ടല്ലോ, അത് വെച്ച് ഇവിടെ A പ്രൊഡക്റ്റ് കിട്ടും. ആരാ? CH3NH2 അമീൻ. ഏത് അമീനാ? പ്രൈമറി അമീനാണ് കിട്ടുക അല്ലെ? ഇതും അതേപോലെ തന്നെ CH3CONH2ലോട്ട് നിങ്ങൾ ലിഥിയം അലൂമിനിയം ഹൈഡ്രൈഡും വാട്ടറും ആഡ് ചെയ്താൽ എക്സാക്ട് കിട്ടുന്നത് ആരെ തന്നെയാ? CH3CH2NH2. ഇതും ഒരു പ്രൈമറി അമീൻ തന്നെയാണ് കിട്ടുക. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ അല്ലേ സാറേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Calculate mass of ascorbic acid to be dissolved in 120 gram of acetic acid to lower its melting point by 1.6 degrees Celsius. The freezing point depression constant of acetic acid is 3.9 Kelvin kilogram per mole. ഇതെന്താ? നമുക്ക് ഡയറക്ട്ലി ചെയ്യാനുള്ളൂ അല്ലേ? നേരെ ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യാനുള്ളൂ. ഡെൽറ്റ ടി എഫ് ഈക്വൽ ടു എന്താണ്? KF ഇൻറ്റു മൊളാലിറ്റി. നമ്മൾ ഒരുപാട് തവണ പറഞ്ഞതാണ്. എന്ത് ചെയ്താൽ മതി? മൊളാലിറ്റീന്റെ ടേംസ് എക്സ്പാൻഡ് ചെയ്യുക, എന്നിട്ട് അവിടെ നിന്ന് എന്ത് ചെയ്യാൽ മതി? M2 കണ്ടുപിടിച്ചാൽ മതി. W2/M2 ഇൻറ്റു W1,1000. ഇവിടുന്ന് ആരെ കണ്ടുപിടിച്ചാൽ മതി? W1 കണ്ടുപിടിച്ചാൽ മതി. ഡെൽറ്റ ടി എഫ് വാല്യൂ താഴോട്ട് കൊണ്ടുപോകാൻ ആൻസറിലേക്ക് എത്താൻ പറ്റുന്നുള്ളൂ. സിമ്പിൾ ക്വസ്റ്റ്യൻ. ഡയറക്റ്റ് ഇക്വേഷൻ ബേസ്ഡ്. അതെ, കറക്റ്റ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എടാ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ തന്നിട്ടുണ്ട് കുറച്ച് ആൾക്കാരുടെ. അവരുടെ ഇലക്ട്രോഡിന്റെ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് റെഡ്യൂസിംഗ് പവറിൽ എഴുതണം. നിങ്ങളൊരു കാര്യം പഠിച്ചാൽ മതി, ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിന്റെ വാല്യൂവും റെഡ്യൂസിംഗ് പവറും ഇൻവേഴ്സ്ലി പ്രപ്പോർഷണലാ. അതായത് ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിന്റെ വാല്യൂ കൂടിയാൽ അവിടെ റെഡ്യൂസിംഗ് പവർ കുറയാണ് ചെയ്യുക. അപ്പൊ റെഡ്യൂസിംഗ് പവർ കുറഞ്ഞ ആൾ ഇൻക്രീസിംഗ് ഓർഡറാ, കുറഞ്ഞതിൽ നിന്ന് കൂടിയേക്ക് എഴുതണം. ഏറ്റവും കൂടുതൽ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ സിൽവറിനാണ് അല്ലെ? അപ്പൊ ഏറ്റവും കുറവ് റെഡ്യൂസിംഗ് പവർ അയാക്കാം. രണ്ടാമത്തത് ആർക്കാണ്? ഇയാൾക്ക്. അപ്പൊ കോപ്പർ ആണ്. പിന്നെ ആർക്കാ? നമുക്കറിയാം അങ്ങനെ കൂടി വരുന്ന സമയത്ത് റെഡ്യൂസിങ്. പിന്നെ ആർക്കാണ്? സിങ്ക് ആണ്. അതുപോലെ തന്നെ പിന്നെ മഗ്നീഷ്യം ആണ്. ലാസ്റ്റ് ഫൈനൽ പൊട്ടാസ്യം ആണ്. ഓക്കെ അല്ലേ? ഇനി CuSO4 സിങ്കിൽ പറ്റുമോ? പറ്റൂല. എന്തുകൊണ്ടാ? സിങ്ക് ആരെ ഡിസ്പ്ലേസ് ചെയ്യൂടാ? കോപ്പറിനെ ഡിസ്പ്ലേസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. കാരണം സിങ്ക് ഹൈലി റിയാക്റ്റീവ് ആണ്, റിയാക്ടിവിറ്റി കൂടുതലാണ്. സിമ്പിൾ ആണ്. കാൽക്കുലേറ്റ് E0 സെൽ. ഏത് ഇക്വേഷനാണ് ഉപയോഗിക്കേണ്ടത്? നിങ്ങൾക്കറിയാം. E0 സെൽ ഈസ് ഈക്വൽ ടു E കാത്തോഡ് മൈനസ് ആരാ? E ആനോഡ്. ഇതിൽ കാത്തോഡും ആനോഡും തിരിച്ചറിയാൻ എളുപ്പ. മഗ്നീഷ്യം ആണ് ഇവിടുത്തെ ആനോഡ് എന്ന് പറയുന്നത്. ആരാ കാഥോഡ്? സിൽവർ ആണ് കാഥോഡ്. വാല്യൂസ് ഇവിടെ തന്നിട്ടുണ്ട്. അത് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നിങ്ങൾക്ക് ആരെ കാണാൻ പറ്റും? E0 സെല്ല് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ അല്ലടാ? ഇനി എക്സ്പ്ലെയിൻ സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. എന്താ സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും ഹയർ ഓർഡർ റിയാക്ഷൻ ആണ്. പക്ഷേ ആക്ച്വലി എന്തായിരിക്കും? അത് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആയിരിക്കും ഫോളോ ചെയ്യുക. നമുക്ക് എന്താ പറയാം?
ഹൈഡ്രോളിസിസ് ഓഫ് Ester, പറയാം, ester, yes. അല്ലെങ്കിൽ ഇൻവേർഷൻ ഓഫ് ക്യാൻ ഷുഗർ ഒക്കെ ഒരുപാട് എക്സാമ്പിൾ ഉള്ളതാണ്. യെസ്, പൊട്ടാസ്യം, അത് പറയേണ്ട ആവശ്യമില്ലടാ. പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ക്രോമേറ്റോറിൽ നിന്ന് ഉണ്ടാക്കുക. 3 സ്റ്റെപ്പുകൾ ഇന്നലെ പഠിപ്പിച്ചതാ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, പറയേണ്ട ആവശ്യമില്ല. ഇതും അങ്ങനെ തന്നെ. ലാന്തനോയിഡ് കോൺട്രാക്ഷൻ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഉള്ള ചോദ്യമാണ്. ഹാഫ് ഇയർലിക്ക് ആയിക്കോട്ടെ സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ലാന്തനോയിഡ് കോൺട്രാക്ഷൻ. അതിന്റെ റീസൺ ഓർബിറ്റൽസിന്റെ പുവർ ഷീൽഡിംഗ് എഫക്റ്റ് ആണ്. അതിന്റെ ഏതെങ്കിലും ഒരു കോൺസിക്വൻസ് ചെയ്ത സിർക്കോണിയം ഓഫ്നിയൊക്കെ സിമിലർ സൈസ് ആണെന്നോ ഏതെങ്കിലുമൊക്കെ ഇത് ഐസൊലേഷൻ ഡിഫിക്കൽട്ട് ആണ്. ഇഷ്ടം പോലെ കാര്യങ്ങൾ പറയാനുണ്ട്. യെസ്, നെക്സ്റ്റ് സാറേ, കൺസിഡർ ദ ഫോളോയിങ് കോർഡിനേഷൻ. നമുക്കൊരു കോർഡിനേഷൻ കോമ്പൗണ്ട് വന്നിട്ടുണ്ട്. ഐഡന്റിഫൈ സെൻട്രൽ ആറ്റം അല്ലെങ്കിൽ അയോൺ. അതാരാ? കൊബാൾട്ട് അല്ലേ? റൈറ്റ് ദ IUPAC നെയിം ഓഫ് കോമ്പൗണ്ട് എന്താ വരിക? ആദ്യം അമൈൻ എന്ന് തുടങ്ങണം. പെന്റമൈൻ ക്ലോറിഡോ കൊബാൾട്ട് 3 ക്ലോറൈഡ് എന്ന് വരും. ഓക്കെ, റൈറ്റ് വെദർ ദ കോമ്പൗണ്ട് ഈസ് ഹോമോലെപ്റ്റിക് ഹെറ്ററോലെപ്റ്റിക്. ഹോമോലെപ്റ്റിക് ആണോ ഹെറ്ററോലെപ്റ്റിക് ആണോ? സെയിം ലിഗാൻഡ് വന്നിട്ടുണ്ടെങ്കിൽ അത് ഹോമോ ആയിരിക്കും, ഡിഫറെന്റ് വന്നിട്ടുണ്ടെങ്കിൽ ഹെറ്ററോ ആയിരിക്കും. അപ്പൊ ഇവിടെ ഹെറ്ററോലെപ്റ്റിക് ആയിരിക്കും. യെസ്, റെഡി. കമ്പയർ ദ സ്ട്രക്ചർ ഓഫ്, അതും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ സാറേ. മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് നമുക്ക് VBT വെച്ച് ചെയ്യാനുള്ള ഉള്ളൂ. എന്താ ഇവിടെ എന്താ പറയുക? സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആണ് സയനൈഡ്. അപ്പൊ എന്താ നടക്കും? പെയറിംഗ് നടക്കും. അപ്പൊ നമുക്ക് ഇവിടെ DsP2 ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. പെയറിംഗ് നടക്കുന്നതുകൊണ്ട് തന്നെ ഡയാമാഗ്നറ്റിക് ആയിരിക്കും. മാഗ്നറ്റിക് മൂവ്മെന്റ് 0 ആയിരിക്കും. പക്ഷെ ഇവിടുത്തെ കേസിൽ ക്ലോറൈഡ് ആണ്. അയാൾ എന്താ വീക്ക് ഫീൽഡ് ലിഗാൻഡ് ആയതുകൊണ്ട് പെയറിംഗ് നടക്കൂല. അപ്പൊ അവിടെ sp3 ആയിരിക്കും വരുന്നത്. ഓക്കെ, സോ അതെന്തായിരിക്കും? പാരാമാഗ്നറ്റിക് ആയിരിക്കും. യെസ്, റെഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫീനോളിനെ ഡൈല്യൂട്ട് HNO3 ട്രീറ്റ് ചെയ്താൽ അവിടെ 2 പ്രൊഡക്റ്റാ കിട്ടുക. ആരൊക്കെയാ കിട്ടുക? ഒന്ന് ഓർത്തോനൈട്രോഫീനോളും അതേപോലെ തന്നെ ആരെ കിട്ടും മക്കളെ? പാരാനൈട്രോഫീനോളും കിട്ടും അല്ലെ? ഇവരെ ഐസൊലേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഇവരെ വേർതിരിക്കാൻ വേണ്ടിയിട്ടുള്ള, സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡ് നിങ്ങൾക്കറിയാം. സ്റ്റീം ഡിസ്റ്റിലേഷൻ നടത്തി കഴിഞ്ഞാൽ മതി. അതൊക്കെ 1 മാർക്കിന് സിമ്പിളായി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഈസിയാണ്. 23rd ക്വസ്റ്റ്യനും. 24 എടാ, അസിഡിക് നാച്ചർ ഓഫ് കാർബോക്സിലിക് ആസിഡ് കാണിക്കുന്ന ഒരു റിയാക്ഷൻ കാണിക്കാൻ പറഞ്ഞ CH3COOH ഞാൻ NaOH ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ NaHനെ റീപ്ലേസ് ചെയ്തിട്ട് CH3COONയും വാട്ടറും വരും. അസിഡിക് നാച്ചർ കാണിക്കാനുള്ള റിയാക്ഷൻ ആയി. ഇതിൽ ആരാ സ്ട്രോങ്ങർ ആസിഡ് എന്ന് ചോദിച്ചാൽ അത് CH2FCOOH. കാരണം F എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പാണ്. അയാള് എന്തിനെ ഇൻക്രീസ് ചെയ്യും മക്കളെ? അസിഡിറ്റി കൂട്ടും. അപ്പോൾ ഒരു ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് കയറി വന്നാൽ അയാൾ എന്തിന് ഇൻക്രീസ് ചെയ്യും? അസിഡിറ്റിയെ ഇൻക്രീസ് ചെയ്യും. ഇനി നൈട്രോ ബെൻസീനെ നിങ്ങൾക്ക് അനിലിനാക്കാൻ ഒരുപാട് മെത്തേഡ് ഉണ്ട്. FE⁻HCl അല്ലെങ്കിൽ SN⁻HCl ഒക്കെ ആഡ് ചെയ്താൽ മതി. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, പറയേണ്ട ആവശ്യമില്ല. സാർ അടുത്തത് എക്സ്പ്ലെയിൻ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് വൈറ്റമിൻസ് സോലിബിലിറ്റി. എന്തൊക്കെയുണ്ട്? ഫാറ്റ് സോലിബിൾ ഉണ്ട്, വാട്ടർ സോലിബിൾ ഉണ്ട്. ADEK ആണെങ്കിൽ ഫാറ്റ്, Bയും Cയും ആണെങ്കിൽ വാട്ടർ സോലിബിൾ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. കൊയാഗുലേഷൻ ഓഫ് ബ്ലഡ് നമ്മൾ ഇന്നലെയും ചെയ്ത് ഇന്ന് മോർണിംഗിലും പറഞ്ഞതാണ്. ആരാണ് വരിക? വൈറ്റമിൻ K ആണത് വരിക. റെഡി, കറക്റ്റ് ആണ് അല്ലെ? ഇനി സാറേ 27ാമത്തെ ഐഡിയൽ സൊല്യൂഷൻ N-ഹെപ്റ്റേനും N-ഹെക്സേനും N-ഹെപ്റ്റേനും എന്താണ്? ഐഡിയൽ സൊല്യൂഷൻ ആണ്. ഡ്രോ വേപ്പർ പ്രഷർ മോൾ ഫ്രാക്ഷൻ ഗ്രാഫ് നമ്മൾ എടുത്ത് പറഞ്ഞതാണ്. എന്തായാലും ചോദിച്ചിരിക്കുന്നുള്ളത് ഡയറക്ട്ലി റൗൾസ്ലോന്റെ ഗ്രാഫ് എന്ന് വരച്ചു വെച്ചാൽ മതി. റൈറ്റ് എനി 2 ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഐഡിയൽ സൊല്യൂഷൻ. ΔH മിക്സ് 0 ആണ്, ΔV മിക്സ് 0 ആണ്. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ആ സൊല്യൂട്ട് സോൾവെന്റ് ഇന്ററാക്ഷന്റെ ബേസിലൊക്കെ എഴുതി വെച്ചാൽ മതി. അവിടെ കറക്റ്റ് മാർക്കായി. യെസ്. ഡിഫൈൻ കണ്ടക്ടിവിറ്റി. ഡയറക്റ്റ് ക്വസ്റ്റ്യനാ. മോളാർ കണ്ടക്ടിവിറ്റി. എന്താ മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ? കണ്ടക്ടിവിറ്റി എല്ലാവർക്കും അറിയാം. എന്താ മോളാർ കണ്ടക്ടിവിറ്റി? 1 മോൾ ഇലക്ട്രോലൈറ്റിന്റെ കണ്ടക്ടിവിറ്റിയെ വിളിക്കുന്ന പേരാണ് മോളാർ കണ്ടക്ടിവിറ്റി. കണ്ടക്ടിവിറ്റി ഡൈല്യൂഷൻ നടത്തുമ്പോൾ കുറയും, അതേപോലെ തന്നെ മോളാർ കണ്ടക്ടിവിറ്റി ഡൈല്യൂഷൻ നടത്തുമ്പോൾ കൂടും എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കേസാണ്. ഇനി സ്ട്രക്ചറൽ ഐസോമേഴ്സ് ഷോൺ ബൈ കോർഡിനേഷൻ കോമ്പൗണ്ട്സ്. 4 ആൾക്കാരുണ്ട് അല്ലേ? അയണൈസേഷൻ ഉണ്ട്, കോർഡിനേഷൻ ഉണ്ട്, ലിങ്കേജ് ഉണ്ട്, ഒപ്പം തന്നെ ഹൈഡ്രേഷൻ ഉണ്ട്. അതിൽ ഏതെങ്കിലും 2 ആൾക്കാരെ എക്സ്പ്ലെയിൻ ചെയ്യാന്ന് പറഞ്ഞിട്ടുള്ള സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വിത്ത് എക്സാമ്പിളും കൂടി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ സെറ്റായി. റൈറ്റ് എനി 2 അപ്ലിക്കേഷൻസ് ഓഫ് കോർഡിനേഷൻ കോമ്പൗണ്ട്. നമുക്ക് ഇഷ്ടം പോലെ പറയാണ്ട്. ഹാർഡ്നെസ് ഓഫ് വാട്ടർ എസ്റ്റിമേഷൻ, സീലേജ് തെറാപ്പി, അല്ലെങ്കിൽ പിന്നെ സിസ്പ്ലാറ്റീൻ, പിന്നെ മഗ്നീഷ്യം കാണുന്നതോ അല്ലെങ്കിൽ ഹീമോഗ്ലോബിനിൽ കാണുന്ന ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? എക്സാമ്പിൾസ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്നുള്ളൂ. വെറും 2 എണ്ണം. സിമ്പിൾ അല്ലേ സാറേ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. യെസ്, റെഡി. അടുത്തത് എക്സ്പ്ലെയിൻ ദ കെമിക്കൽ ഇക്വേഷൻ ഓഫ് പ്രിപ്പറേഷൻ ഓഫ്. എടാ, ഇയാളെ ഉണ്ടാക്കണമെങ്കിൽ ഇതൊരു വില്യംസൺ സിന്തസിസ് ഉണ്ടാക്കണമെങ്കിൽ ആരൊക്കെ എടുക്കാനടാ? ഒന്ന് ഞാൻ CH3X ഒരാളെടുത്തു. അടുത്ത ആൾ ഞാൻ ഈ ടെർഷ്യറി ആയിട്ടുള്ള ആളുടെ CH3 ഇവിടെ CH3, ഇയാളുടെ കൂടെ ONA.
ഒരു സോഡിയം ആൽക്കോക്സൈഡ് എടുത്തു. ഇത് രണ്ടും കൂടി റിയാക്ട് ചെയ്താൽ എനിക്ക് വില്യംസൺ സിന്തസിസ് വഴി ഈ ഈതറിനെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഇനി ഇതിന്റെ പ്രോഡക്റ്റ് എഴുതാനാ, അത് ഭയങ്കര സുഖാടാ. ഇവിടെ ഈ ബോണ്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇയാളുടെ കൂടെ ഐയും ഈ ഓന്റെ കൂടെ എച്ചും, ദാറ്റ് ഈസ് CH3OH പ്ലസ് ഇപ്പുറത്ത് CCH3 ഇവിടെയും CH3, ഇയാളുടെ കൂടെ ഐയും കടന്നു വരും. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ഇന്നലെ ബെൻസീന്റെ ടൈപ്പിൽ ചെയ്തതാ സാറ്, അതേ സാധനം തന്നെ വീണ്ടും ചോദിച്ചു. ഇനി മക്കളെ, ഹൗ വിൽ യു ഡിസ്റ്റിംഗ്വിഷ് ദ ഫോളോയിങ് പെയർ ഓഫ് കോമ്പൗണ്ട്സ്? പ്രൊപ്പനാളും പ്രൊപ്പനോണും, ഒരു ആൽഡിഹൈഡും ഒരു കീറ്റോണും നിങ്ങൾ ഡിറ്റക്ട് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യേണ്ട ടെസ്റ്റ് ആണ് മക്കളെ. ഏതാ ടെസ്റ്റ്? ടോളറൻസ് ടെസ്റ്റ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഫെലിങ്സ് ടെസ്റ്റ് ഉപയോഗിക്കാം, നിങ്ങൾ ഇഷ്ടമാണ്. പെന്റ് 2 ഓണും പെന്റ് 3 ഓണും ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ അയഡോഫോം ടെസ്റ്റ് അല്ലെങ്കിൽ ഹാലോഫോം ടെസ്റ്റ് എന്ന് നിങ്ങൾ എഴുതിയാൽ മതി. ഓക്കെ അല്ലടാ? ഇനി റൈറ്റ് ദ നെയിം ഓഫ് കെമിക്കൽ റിയാക്ഷൻസ്. എടാ, ഞാനൊരു കാർബോക്സിലിക് ആസിഡിലോട്ട് ബ്രോമിൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആൽഫ കാർബണിലോട്ട് ആര് കടന്നു വരും? ആൽഫ കാർബണിലോട്ട് ബ്രോമിൻ കടന്നു വരും. ഇങ്ങനെ ബ്രോമിൻ വന്നു കഴിഞ്ഞാൽ ഈ റിയാക്ഷനെ നിങ്ങൾ വിളിക്കുന്ന പേരെന്താടാ? HVZ, ഹെൽ വൊളാർഡ് സെലിൻസ്കി റിയാക്ഷൻ. ഇനി ഇതറിയുന്നതാ, ഒരു ആസിഡ് ക്ലോറൈഡിലോട്ട് പലേഡിയം BaSO4 പ്രസൻസിൽ ഹൈഡ്രജൻ ആഡ് ചെയ്താൽ ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അത് ഏത് റിഡക്ഷനാ? റോസൺമൺസ് റിഡക്ഷൻ ആണ്. വളരെ സിമ്പിളായ ക്വസ്റ്റ്യൻ ആണ്. പക്ക ഡയറക്റ്റ് നെയിംഡ് റിയാക്ഷൻ, ഒന്നും കൺഫ്യൂഷൻ ആക്കാതെ അതേപോലെ ചോദിച്ചു എന്നുള്ളതാണ് ഈ എക്സാമിനേഷൻ പേപ്പറിന്റെ പ്രത്യേകത. അപ്പോൾ മക്കൾ, ഇത്രയാണ് നമ്മുടെ കെമിസ്ട്രിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. അപ്പോൾ വളരെ സിമ്പിളായ ക്വസ്റ്റ്യൻ പേപ്പറാണ്. എല്ലാവർക്കും മാക്സിമം സ്കോർ ചെയ്യാൻ പറ്റും. ഇനി സ്കോർ ചെയ്യാൻ പറ്റാത്തവരും ടെൻഷൻ ആവണ്ടടാ, പബ്ലിക് എക്സാം വരുന്നുണ്ട്. മാക്സിമം നല്ല ഉഷാറായി പഠിച്ച അടുത്ത എക്സാമിൽ ടോപ്പ് മാർക്ക് സ്കോർ ചെയ്യാൻ ശ്രമിക്കുക സാറേ. ഞങ്ങളുടെ ലൈവ് കാണാൻ മാക്സിമം സപ്പോർട്ട് ചെയ്യാം. നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യുന്നുണ്ട് സാറേ. അതിലെല്ലാ കാര്യങ്ങളും ഇവരോട് നമ്മൾ പറയുന്ന അതേ സാധനം വരുന്നുള്ളൂ. ഇന്നലത്തെ ലൈവ് കണ്ട കുട്ടികൾക്ക് അറിയാം എന്ത് ചെയ്തിട്ട് ഓൾമോസ്റ്റ് കുറെ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തിട്ടുണ്ട്, അതേപോലെ തന്നെ ഇവിടുത്തെ പേപ്പറിൽ വന്നിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഓക്കെ മക്കളെ, സെറ്റ് ആയിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു, ബൈ.